നമസ്കാരം. വിദേശ മാധ്യമങ്ങൾ പറയുന്നതൊന്നും മുഖവിലക്കെടുക്കില്ല. മെസ്സിയും അർജന്റീനയും വരുമെന്ന പ്രതീക്ഷയിലാണ് പിണറായി സർക്കാർ. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരുന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പവുമില്ലെന്ന് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് പറയുകയും ചെയ്തു. വൈകാതെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. സിറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുന്നോടിയായി സ്റ്റേഡിയത്തിൽ സ്റ്റെബിലിറ്റി അനാലിസിസ് വരും ദിവസങ്ങളിൽ നടക്കും. ഇതിനുശേഷമാകും അന്തിമ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും നടപടികളുമായി കേരളം മുമ്പോട്ടു പോവുകയാണ്. അർജന്റീന ഓസ്ട്രേലിയ ടീമുകളുടെ സൗഹൃദ മത്സരത്തിന് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം വേദിയാകും എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ. ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറി A. ജയതിലകിന്റെ നേതൃത്വത്തിൽ കലൂർ IMA ഹൗസിൽ നടന്ന അവലോകന യോഗം ചേർന്നു. മത്സരത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ വിവരങ്ങൾ ജില്ലാ കളക്ടർ, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ, ജില്ലാ റൂറൽ പോലീസ് മേധാവി എന്നിവർ യോഗത്തിൽ ചർച്ച ചെയ്തു. കാര്യങ്ങൾ സമയബന്ധിതമായി തീർക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിൽ ജില്ലാതല കമ്മിറ്റികൾ ദിവസേനയും സംസ്ഥാനതല മോണിറ്ററിംഗ് കമ്മിറ്റി ആഴ്ചയിൽ 2 ദിവസവും യോഗം ചേർന്ന് പുരോഗതി വിലയിരുത്തും. സ്പെഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിലാകും തുടർ നടപടികൾ. പരിപാടിയുടെ സ്പോൺസറുമായി ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി. റിപ്പോർട്ടർ TVയാണ് സ്പോൺസർ. അർജന്റീന വരുമെന്നാണ് സ്പോൺസർ ഇപ്പോഴും പറയുന്നത്. അതുകൊണ്ടാണ് സർക്കാർ നടപടികളുമായി മുമ്പോട്ട് പോകുന്നത്. നവംബർ 17-നാണ് കേരളത്തിലെ മത്സരം. നവംബർ മാസത്തെ അർജന്റീനിയൻ ടീമിന്റെ മത്സരക്രമം ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. ഇതുമാത്രമാണ് കേരളത്തിന് പ്രതീക്ഷ. മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ പന്ത് കളിക്കാൻ വരുന്ന കാര്യം അനിശ്ചിതത്വം തുടരുന്നതിനിടയിൽ ഔദ്യോഗിക അറിയിപ്പുകളൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിലും മെസ്സിയെയും ടീമിനെയും വരവേൽക്കാൻ 70 കോടി രൂപ ചെലവഴിച്ച് കൊച്ചി സ്റ്റേഡിയം നവീകരിക്കുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുകയാണ്. ഈ 70 കോടിയിലും പലവിധ സംശയങ്ങളുണ്ട്. ഏതായാലും വലിയ സ്പോൺസർഷിപ്പ് കൊള്ള ഇതിനു പിന്നിൽ നടക്കുമെന്ന ആശങ്ക ശക്തമാണ്. 50,000 കാണികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ ഫിഫ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കൊച്ചിയിലെ നവീകരണം എന്നാണ് പറയുന്നത്. മെസ്സിയും അർജന്റീന ടീമും നവംബർ 15-ന് കൊച്ചിയിലെത്തുമെന്നും മത്സരത്തിന് മുന്നോടിയായി AR റഹ്മാന്റെ സംഗീത പരിപാടിയും ഡ്രോൺ ഷോകളും ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചിരുന്നു. നവംബർ 14-ന് കോഴിക്കോട് റോഡ് ഷോയും 17-ന് കൊച്ചിയിൽ അർജന്റീന ഓസ്ട്രേലിയ അന്താരാഷ്ട്ര സൗഹൃദ മത്സരവും ഒക്കെ പ്രഖ്യാപിച്ചാണ് കേരളത്തിലെ പിരിവ്. ഇതിനിടയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിരുദ്ധ റിപ്പോർട്ടുകളുമായി എത്തുന്നത്. ഫിഫ വിൻഡോയിൽ വരുന്ന മത്സരങ്ങളുടെ ക്രമം അനുസരിച്ച് നവംബർ മധ്യത്തിൽ അർജന്റീനിയൻ ദേശീയ ടീം കളിക്കുന്ന മത്സരങ്ങൾ കേരളത്തിലോ ഇന്ത്യയിലോ ഏഷ്യയിലോ പോലുമല്ല. അർജന്റീൻ മാധ്യമമായ ലാ നാസിയോൺ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് നവംബർ 11 മുതൽ 19 വരെയുള്ള ഫിഫ വിൻഡോയിൽ അർജന്റീന സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നത് അങ്കോളയിലാണ്. ഇതിനു പുറമെ അർജന്റീനയുടെ ഷെഡ്യൂളിൽ ചിലി, ഉറുഗ്വേ ടീമുകൾക്കെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യ സന്ദർശനമോ ഓസ്ട്രേലിയയുമായുള്ള മത്സരമോ എവിടെയും പരാമർശിക്കപ്പെടുന്നില്ല. നേരത്തെ അർജന്റീൻ പ്രതിനിധികൾ സ്റ്റേഡിയം പരിശോധിക്കാൻ കൊച്ചിയിലെത്തിയിരുന്നു. അർജന്റീനയ്ക്കെതിരെ കളിക്കുമെന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ടീമിൽ നിന്ന് പരസ്യമായ സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്.